നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ഭൂരിഭാഗവും രാജ്യം ഭരിച്ചിരുന്നത് സൈനിക സ്വേച്ഛാധിപതികളായിരുന്നു. ജനങ്ങൾ ഈ ഭരണത്തിന് കീഴിൽ അനുസരണയോടെ ജീവിച്ചു. നവാസ് ഷെരീഫും ഇമ്രാൻഖാനും ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയക്കാരും സൈന്യം കുനിയാൻ പറഞ്ഞാൽ നിലത്തിഴയുന്നവരായിരുന്നു. മറ്റെല്ലാ രാജ്യങ്ങളിലും സൈന്യം രാജ്യത്തിൻ്റേതാണ്. എന്നാൽ പാകിസ്ഥാനിലാകട്ടെ രാജ്യം സൈന്യത്തിൻ്റേതാണ്. ഇന്ത്യയോട് കൈവിട്ട കളി തുടങ്ങിവെച്ചത് പട്ടാള മേധാവി അസീം മുനീറാണ്. ഇന്ത്യ തിരിച്ചാക്രമിച്ചാൽ പിടിച്ചു നിൽക്കാൻ പോലുമുള്ള മുൻകരുതൽ എടുക്കാതെ ഓവർ കോൺഫിഡൻസിലായിരുന്നു അസീം മുനീർ. പാകിസ്ഥാനെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട പട്ടാള മേധാവിക്ക് നേരെ കൊലവിളി പട്ടാളം തന്നെ ഇപ്പോൾ ഉയർത്തിയിരിക്കുകയാണ്. അങ്ങനെ പാക് പട്ടാളത്തിൽ തന്നെ അട്ടിമറി നടന്നു. അസീം മുനീറിനെ കസ്റ്റഡിയിലാക്കി. സാഹിർ ഷംഷാദ് മിർസ പട്ടാള മേധാവി കസേരയിലേക്ക് എത്തുകയും ചെയ്തു. ലാഹോറും കറാച്ചിയും ഇസ്ലാമാബാദും വിറപ്പിച്ച ഇന്ത്യ റാവൽപിണ്ടിയിൽ കാത്തുവെച്ചത് വമ്പൻ വെടിക്കെട്ട് തന്നെ. ഇന്ത്യ ശക്തമായ പ്രത്യാക്രമണം ആരംഭിച്ചതിനു പിന്നാലെ പ്രതിസന്ധി സൃഷ്ടിച്ച് ആഭ്യന്തര സംഘർഷവും കൂടിയായപ്പോൾ ആകെ പെട്ട അവസ്ഥയിലായിപ്പോയി പാകിസ്ഥാൻ. ഒരു വശത്ത് ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ക്വറ്റ ബലൂച്ച് ലിബറേഷൻ ആർമി സായുധ സംഘടന പിടിച്ചെടുത്ത് റിപ്പോർട്ടുകൾ അടക്കം പുറത്തുവരുന്നുണ്ട്. ചൊവ്വാഴ്ച BLA നടത്തിയ ആക്രമണത്തിൽ 10 പാക് സൈനികരാണ് കൊല്ലപ്പെട്ടത്. ബലൂച്ച് വിമോചന പോരാട്ടം അടിച്ചമർത്താൻ പാകിസ്ഥാൻ ഏറെ കാലമായി ശ്രമിച്ചു വരികയാണ്. പാകിസ്ഥാന്റെ പ്രകോപനത്തിന് ഇന്ത്യ ശക്തമായ തിരിച്ചടി ആരംഭിച്ചതിന് പിന്നാലെ ക്വറ്റയിൽ BLAയും ആക്രമണം കടുപ്പിക്കുകയായിരുന്നു. ഇതിനിടെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ തെഹ്രിക ഇൻസാഫ് പാർട്ടി പ്രവർത്തകർ സർക്കാരിനെതിരെ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. പാകിസ്ഥാനിൽ ഇന്ത്യ കനത്ത തിരിച്ചടി നടത്തുന്നതിനിടെ ലാഹോറിലാണ് തെഹ്രികെ ഇൻസാഫ് പാർട്ടി പ്രവർത്തകർ തെരുവിലിറങ്ങിയത്. ഇമ്രാൻഖാനെ മോചിപ്പിക്കണം എന്നാണ് അവരുടെ ആവശ്യം. ഇതിനിടെയാണ് പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിലേക്ക് ഇന്ത്യ ശക്തമായ മിസൈൽ ആക്രമണം നടത്തി എന്ന വിവരം കിട്ടിയത്. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ വസതിക്ക് കിലോമീറ്ററുകൾ മാത്രം അകലെ സ്ഫോടനമുണ്ടായി എന്നും ഇത് മിസൈൽ ആക്രമണമാണെന്നും റിപ്പോർട്ടുണ്ട്. ഷെരീഫിനെ വസതിയിൽ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായാണ് വിവരം. ഇതോടെ പാകിസ്ഥാനിൽ ഇപ്പോൾ നിലവിലൊരു പ്രധാനമന്ത്രി പോലും ഇല്ലാത്ത അവസ്ഥ. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഒളിച്ചോടിയപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന്റെ കഴിവിൽ വിശ്വസിച്ച് വലിയ ആത്മവിശ്വാസത്തിലാണ് കാശ്മീരി ജനത. കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള റോഡ് മാർഗമാണ് ജമ്മുവിലേക്ക് യാത്ര തിരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സേനാ മേധാവിമാരുമായും ചർച്ച നടത്തി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ തുടർച്ചയായി പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ. പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദ്, ലാഹോർ, കറാച്ചി, പെഷവാർ എന്നിവിടങ്ങളിൽ ഇന്ത്യ ശക്തമായ വ്യോമാക്രമണം നടത്തി. പാകിസ്ഥാന്റെ 3 യുദ്ധവിമാനങ്ങളും 50ഓളം ഡ്രോണുകളും 10ഓളം മിസൈലുകളും തകർത്തു. 2 ചൈനീസ് നിർമ്മിത JF-17 SF-16 യുദ്ധവിമാനങ്ങളാണ് തകർത്തത്. പാക് പൈലറ്റിനെ ഇന്ത്യ കസ്റ്റഡിയിലെടുത്തതായും സൂചനയുണ്ട്. ഇതിനിടെ ജമ്മുവിലെ സാംബയിൽ നുഴഞ്ഞുകയറാൻ ശ്രമിച്ച ഭീകരരെയും BSF വധിച്ചുകളഞ്ഞു. സാമ്പത്തികമായി പട്ടിണിയിലായ ഒരു സമൂഹത്തിനുമേൽ സൈന്യം യുദ്ധം അടിച്ചേൽപ്പിച്ചിട്ടും അതിനെ ആരും ചോദ്യം ചെയ്യാത്ത അവസ്ഥ പാകിസ്ഥാനിൽ മാത്രമേ ഉണ്ടാകാൻ ഇടയുള്ളൂ. ഇതെല്ലാം പഹൽഗാമിലെ സംഭവത്തിനു ശേഷവും ഇന്ത്യ വളരെ സംയമനത്തോടെയാണ് ഇടപെട്ടത്. ജലനയങ്ങളിലൂടെയായിരുന്നു ആദ്യ ആക്രമണം. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് ദീർഘകാലാടിസ്ഥാനത്തിൽ പാകിസ്ഥാനുള്ള ഏറ്റവും വലിയ അടിയായിരുന്നു. നിലവിലെ സാഹചര്യങ്ങളും സൈന്യത്തിന്റെ തയ്യാറെടുപ്പും പരിഗണിച്ചുകൊണ്ടുള്ളതായിരുന്നു മോദിയുടെ പ്രതികരണം. എത്രയും പെട്ടെന്ന് ശക്തമായ സൈനിക തിരിച്ചടി ആവശ്യമാണ് എന്ന പൊതുവികാരം ആളിക്കത്തിയിട്ടും പദ്ധതികൾക്കനുസരിച്ച് നീങ്ങാനുള്ള തീരുമാനം പാകിസ്ഥാനെ തകർക്കുന്നവ തന്നെയായിരുന്നു. ആകെ ആശയക്കുഴപ്പത്തിലായ ഇസ്ലാമാബാദ് എടുത്ത തീരുമാനങ്ങളെല്ലാം തന്നെ തെറ്റായിപ്പോയി. ഉയർന്ന ദാരിദ്ര്യനിരക്കും സാമ്പത്തിക അസന്തുലിതാവസ്ഥയുമാണ് പാകിസ്ഥാനിലെ അവസ്ഥ. ദുരാഷ്ട്ര സിദ്ധാന്തം ഊതിക്കത്തിച്ച് പാകിസ്ഥാൻ രൂപവൽക്കരണത്തെ ന്യായീകരിക്കുകയും ലഷ്കറെ ഫിദായിനുകളെ പഹൽഗാം ആക്രമണത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്ത ജനറൽ മുനീറും അദ്ദേഹത്തിന്റെ സൈനിക സഹപ്രവർത്തകരും പരമ്പരാഗത ഇന്ത്യൻ പ്രതികരണമാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ 1960-ലെ സിന്ധു നദീതട കരാർ മരവിപ്പിച്ചത് ഒരുപക്ഷെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഞെട്ടലായിരിക്കണം. 2016 സെപ്റ്റംബർ 26-ന് ഉറി ആക്രമണവേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസ്താവന അവർ മറന്നിരിക്കാം. രക്തത്തിനും വെള്ളത്തിനും ഒരുമിച്ചൊഴുകാൻ സാധിക്കില്ല. സിന്ധു നദി പാകിസ്ഥാന്റെ ജീവനാഡിയാണ്. അതിനാൽ തന്നെ മോദി സർക്കാരിന്റെ തീരുമാനം ജലക്ഷാമം നിലവിലുള്ള പാകിസ്ഥാന്റെ
ജലവിതരണത്തെ കാര്യമായി ബാധിക്കും. വരണ്ട കാലാവസ്ഥയിലാകും യഥാർത്ഥ ആഘാതം തിരിച്ചറിയുക. ഈ അവസ്ഥയിൽ അനിശ്ചിതമായ ഒരു ഭാവിയിലേക്കാണ് പാകിസ്ഥാൻ നീങ്ങുന്നതെന്ന് പറഞ്ഞാൽ എതിർക്കാൻ ആർക്കാണ് ആകുക? പാകിസ്ഥാനെ രക്ഷിക്കാനോ നയിക്കാനോ ആരുമില്ല. സുപ്രീം കോടതിക്ക് പോലും കാര്യമായൊന്നും ചെയ്യാനില്ല. ഗൗരവം തീരെയില്ലാത്ത ഉന്നതരും സൈന്യവുമാണ് അവരെ നയിക്കുന്നത്. രാജ്യം നേരിടുന്ന വെല്ലുവിളികളുടെ തീവ്രത മനസ്സിലാക്കാൻ പോലും അവർക്കാകുന്നില്ല. ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറുന്ന ഇസ്ലാമാബാദ് കഴിഞ്ഞ വർഷമാണ് IMF-ൽ നിന്ന് $700 കോടി നേടിയത്. ഇനി സൈനിക നീക്കത്തിന്റെ കനത്ത ചെലവുകൾ കൂടി അവർ നേരിടേണ്ടി വരും. പാക് അധീന കാശ്മീരിലും ബലൂചിസ്ഥാനിലും നടത്തുന്ന അതിക്രമങ്ങൾ ഇസ്ലാമാബാദ് ലോകത്തിനു മുൻപിൽ വിശദീകരിക്കേണ്ട സമയമാണ് ഇതെന്ന് ബാലാകോട്ട് ആക്രമണ സമയത്ത് മോദി പറഞ്ഞിരുന്നു. ഫലത്തിൽ കളി അന്ന് ആരംഭിച്ചിരുന്നു. ഇത് പുതിയ ഒരു പാതയാണെന്ന് മാത്രം. പാക് പ്രകോപനത്തിന്റെ പശ്ചാത്തലത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. പഞ്ചാബ്, ഹരിയാന, ഉത്തരാഖണ്ഡ്, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ചണ്ഡീഗഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. മെയ് 8, 9 തീയതികളിൽ രാത്രിയിൽ പടിഞ്ഞാറൻ അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ ഒന്നിലധികം പാക് ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കുന്നതിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആകാശ് ഉപരിതല വ്യോമ മിസൈൽ സംവിധാനം നിർണായക പങ്ക് വഹിച്ചതായി പ്രതിരോധ ഉദ്യോഗസ്ഥർ വെള്ളിയാഴ്ച സ്ഥിരീകരിച്ചു. ഇന്ത്യൻ സൈന്യവും ഇന്ത്യൻ വ്യോമസേനയും പാകിസ്ഥാൻ അതിർത്തിയിലെ പ്രധാന സ്ഥലങ്ങളിൽ ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനം വിന്യസിച്ചിരുന്നതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇന്ത്യൻ ലക്ഷ്യങ്ങൾക്കെതിരായ പാക് ആക്രമണങ്ങൾ പരാജയപ്പെടുത്തുന്നതിന് ഇന്ത്യൻ സായുധ സേന ഇന്ത്യയിൽ നിർമ്മിച്ച ആകാശ് മിസൈൽ സംവിധാനം ഫലപ്രദമായി ഉപയോഗിച്ചു. ഇത് മുഴുവൻ പാകിസ്ഥാൻ അതിർത്തിയിലും വിന്യസിച്ചിട്ടുണ്ട്. ഒരു പ്രതിരോധ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയതാണ് ഇത്. ഇടത്തരം മേഖലാ പ്രതിരോധത്തിനായി രൂപകൽപ്പന ചെയ്ത ആകാശ് സംവിധാനത്തിന് ഒരേ സമയം ഒന്നിലധികം വ്യോമ ഭീഷണികളെ നിർവീര്യമാക്കാൻ കഴിയും. ശത്രു ലക്ഷ്യങ്ങളെ തടയാൻ ഇത് കമാൻഡ് ഗൈഡൻസും ഘട്ടം ഘട്ടമായുള്ള അറേ റഡാറും ഉപയോഗിക്കുന്നു. കൂടാതെ സ്വയംഭരണ അല്ലെങ്കിൽ ഗ്രൂപ്പ് മോഡുകളിൽ പ്രവർത്തിപ്പിക്കാനും സാധിക്കും. അതിൻ്റെ തത്സമയ മൾട്ടി സെൻസർ ഡാറ്റ പ്രോസസ്സിംഗും ഉയർന്ന മൊബിലിറ്റിയും ഇതിനെ യുദ്ധമേഖലകളിൽ ഒരു വൈവിധ്യമാർന്ന ആസ്തിയാക്കി മാറ്റുന്നു. ജമ്മു കാശ്മീരിലെ പടിഞ്ഞാറൻ മുന്നണിയിലും LOCയിലും രാത്രിയിൽ പാകിസ്ഥാൻ ഒന്നിലധികം ഡ്രോണുകളും യുദ്ധോപകരണങ്ങളും അധിഷ്ഠിത ആക്രമണങ്ങൾ നടത്തിയതായി ഇന്ത്യൻ സൈന്യം സ്ഥിരീകരിച്ചു. വ്യാഴാഴ്ച നേരത്തെ LOCയിലും അന്താരാഷ്ട്ര അതിർത്തിയിലും നടത്തിയ ഏകോപിത കൗണ്ടർ ഡ്രോൺ ഓപ്പറേഷനിൽ 50-ലധികം പാകിസ്ഥാൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി വൃത്തങ്ങൾ ANIയോട് പറഞ്ഞു. മെയ് 7, 8 രാത്രിയിൽ വടക്കൻ പടിഞ്ഞാറൻ ഇന്ത്യയിലുടനീളമുള്ള ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിടാൻ പാകിസ്ഥാൻ നടത്തിയ ഒരു പ്രധാന ശ്രമവും ഇന്ത്യൻ സായുധ സേന പരാജയപ്പെടുത്തിയിരുന്നു. പ്രതികരണത്തിന്റെ ഭാഗമായി ലാഹോറിൽ നിലയുറപ്പിച്ച ഒരു വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യൻ സൈന്യം നിർവീര്യമാക്കിയതായും ഇത് പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ ശേഷിക്ക് വലിയ പ്രഹരമേൽപ്പിച്ചതായും റിപ്പോർട്ടുണ്ട്. രാജ്യത്തിന്റെ പരമാധികാരവും പ്രാദേശിക സമഗ്രതയും സംരക്ഷിക്കാൻ ഇന്ത്യൻ സൈന്യം പ്രതിജ്ഞാബദ്ധമാണ് എന്നും എല്ലാ ദുഷ്ടപദ്ധതികൾക്കും ശക്തമായ മറുപടി നൽകുമെന്നും സൈന്യം നമുക്ക് ധൈര്യം നൽകുന്നു. മലയാളി വാർത്ത ഇൻസൈഡ്.